സത്യാവതി വീട്ടിൽ ചെല്ലുമ്പോൾ മഹാദേവൻ തമ്പി സീറ്റോട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എവിടേക്ക് യാത്ര പോകുന്നത് പോലെ 2-3 ഭാഗം വെച്ചിട്ടുണ്ട് സീറ്റോട്ടിന്റെ തിണ്ണയിൽ. കാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സത്യാവതിയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. പുറപ്പെട്ട് നടക്കുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ, എത്തിയോ? അല്ല, ഇവിടുന്ന് പോകുമ്പോ അനന്തരവൾ ഉണ്ടായിരുന്നല്ലോ കൂടെ. മരുമകൾക്കെല്ലാം എഴുതി കൊടുത്തല്ലോ അല്ലേ? എഴുതി കൊടുത്തപ്പോ അവളത് വാങ്ങിപ്പോയോ? കാണാനില്ല കൂടെ. തികഞ്ഞ പരിഹാസത്തോടെ ചോദിച്ചു അദ്ദേഹം. എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ എൻ്റെ സ്വത്തുക്കളാണ് നമുക്ക് ജനിക്കാൻ പോകുന്ന പേരക്കുട്ടിക്ക് എഴുതി കൊടുത്തത്. അവൾ എന്തിനു പോണം? കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ടെന്ന് പറയുന്ന എന്തിന്? അവളെ കിട്ടിയവനൊന്നും ഇവിടെ ഇല്ലല്ലോ. അവൻ അവളെ തേടി പോയിട്ടുണ്ടാകും ആദ്യ ഭാര്യയായി. ദേഷ്യത്തിലാണ് പറയുന്നത് അവർ. സമാധാനത്തിന് വേണ്ടിയാണ് എൻ്റെ മോൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഇനിയിപ്പോ ഒന്നുകൂടി കേട്ടോ, ഞാനും പോവുകയാണ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക്. എൻ്റെ തറവാട് നിനക്ക് സ്ഥിതിക്ക് പിടിക്കാത്തത് കൊണ്ടാണല്ലോ പുതിയ വീട് വെച്ച് ഇങ്ങോട്ട് മാറിയത്. ഈ വീട് നിന്റെ പേരിലല്ലേ? അന്ന് ഞാൻ ചെയ്തു പോയ മണ്ടത്തരം. പാതി അവകാശം എന്ന് പറഞ്ഞത് കമ്പനിയിലും ബിസിനസ് അക്കൗണ്ടുകളിലുമാണ്. ഈ വീട് നിന്റെ പേരിലുള്ളതാണല്ലോ. ഇപ്പോ ഇതിന് അവകാശം നിന്റെ മരുമകളും. പഴയതാണെങ്കിലും എനിക്ക് സ്വന്തമെന്ന് പറയാൻ വീടുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന വീട്. നിനക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. ഇനി അത് ഓർമ്മ വേണം ഓരോ ചുവട് വെക്കുമ്പോഴും. ഭർത്താവിന്റെ വാക്കുകൾ മിന്നൽ പിണർ പോലെയാണ് സത്യാവതിക്ക് നെഞ്ചിലേക്ക് പതിഞ്ഞത്. ഭർത്താവിന് ഒരു പരിഗണനയും ഇതുവരെ നൽകിയിട്ടില്ലെങ്കിലും അയാൾ വിട്ടു പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നെഞ്ചിലൊരു കൊളുത്തി വരി. ഓ, അത് ശരി, എല്ലാം അറിഞ്ഞപ്പോ അമ്മ വിളിച്ചു കാണുമല്ലേ? അല്ലെങ്കിലും നിങ്ങളുടെ തള്ളക്ക് എന്നെ കുറ്റപ്പെടുത്താനാണല്ലോ താല്പര്യം. ആയിക്കോട്ടെ, ആര് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും തോൽക്കില്ല സത്യാവതി. ആരുമില്ലെങ്കിലും തനിയെ ജീവിക്കാൻ എനിക്കറിയാം. നിന്റെ അഹങ്കാരത്തിന്റെ കൊമ്പൊടിയാൻ അധികം നാളില്ല. സത്യാവതിയുടെ തീരുമാനങ്ങൾ തെറ്റാൻ തുടങ്ങിയിരിക്കുന്നു. അധികം കാത്തിരിക്കേണ്ടി വരില്ല. എന്തായാലും ഞാൻ ഇറങ്ങുന്നു. ഓഫീസിലെ കാര്യങ്ങളൊക്കെ തനി അങ്ങ് നോക്കിയാൽ മതി. തറവാട്ടുപറമ്പിലെ തേങ്ങയും മടക്കയും വീണത് പേർക്കി വീറ്റാലും എനിക്കും അമ്മയ്ക്കും 4 നേരം മൃഷ്ടാനം കഴിയാനുള്ള വകയുണ്ട്. നന്ദനം ഗ്രൂപ്പിലെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും രാജിവെക്കുന്നു ഞാൻ. നിന്റെ പേരിന് പിന്നിലും മുന്നിലും നീ കൊണ്ടു നടന്ന മംഗലത്ത് സത്യാവതി മഹാദേവൻ നിന്റെ ഭർത്താവാണെന്ന സ്ഥാനത്ത് നിന്ന് പോലും രാജിവെച്ചിരിക്കുന്നു ഞാൻ. ഔദ്യോഗികമായി അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്തു. മെയിൽ അയച്ചിട്ടുണ്ട്. ഓഫീസിലും രാജിവെച്ചുകൊണ്ട് നിന്റെ ഫോണിലേക്ക് വന്നു കാണും. എനിക്കൊന്ന് സമാധാനമായി കിടന്നുറങ്ങണം ആ പഴയ പാറ്റാമണം എടുക്കുന്ന എൻ്റെ മുറിയിൽ. ഭർത്താവിന്റെ ഓരോ വാക്കുകളിലും അതുവരെ താൻ കുത്തി നോവിച്ച വാക്കുകളിലെ ഭാണ്ഡം മഴഞ്ഞു വീണത് അറിഞ്ഞു സത്യാവതി. എന്നാലും വാശിയോടെ അവർ അയാളെ നോക്കി പറഞ്ഞു, അമ്മയുടെ ഉപദേശമായിരിക്കും ഭാര്യ ഉപേക്ഷിച്ചല്ലേ. നല്ല ഉദ്ദേശത്തോടു കൂടി ഞാൻ ചെയ്ത കാര്യങ്ങൾ എല്ലാവരുടെയും കടലിൽ കരടായി. ആ മച്ചിയായ പെണ്ണെ ജീവിതകാലം മുഴുവൻ ചുവന്ന് നടക്കണമായിരുന്നു. സാധ്യല്ല. മംഗലത്ത് സത്യാവതി ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും. ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വീരോടെ പറയുന്ന ഭാര്യയെ നോക്കി പൂച്ച ചിരിച്ചുകൊണ്ട് അയാൾ ബാഗ് എടുത്ത് കാറിൽ വെച്ചു. ഈ കാറ് എൻ്റെ പേരിലാണ്, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നു. മംഗലത്ത് സത്യാവതി പുതിയ കാർ വാങ്ങിച്ചോളൂ. ഇഷ്ടം പോലെ ആസ്തി ഉണ്ടല്ലോ. പക്ഷെ ഒന്നോർക്കണം, ഇപ്പോൾ ബിഗ് സീറോയാണ് മംഗലത്ത് സത്യാവതി എന്ന്. ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്ന് ഒന്നുകൂടി മല പോലെ നിൽക്കുന്ന ഭാര്യയെ നോക്കി ഓടിച്ചു പോയി അദ്ദേഹം. സത്യാവതി ആലോചനയുടെ അകത്തേക്ക് കയറി. രമണി ധൈര്യമായി സത്യാവതിയെ നോക്കി. രമണി, കുറച്ച് തണുത്ത വെള്ളമെടുക്ക്. സെറ്റിലേക്ക് ഇരുന്നൊരു സത്യാവതി പറഞ്ഞു. രമണി വേഗം കിച്ചണിൽ പോയി വെള്ളം എടുത്തിട്ട് വന്നു. അത് വാങ്ങി ആർത്തിയോടെ കുടിച്ചു സത്യാവതി. കുന്നു കുലുങ്ങിയാലും കുലുങ്ങില്ല എന്ന ഭാവത്തിൽ. മഹാദേവൻ തമ്പി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മ പൂമുഖത്ത് തന്നെ കാർ മുറ്റത്ത് നിർത്തി ഇറങ്ങി അദ്ദേഹം. രമ, കാറിൽ നിന്ന് ബാഗ് എടുത്ത് റൂമിലേക്ക് വെച്ചോളൂ. ഇനിയിപ്പോ എനിക്ക് കൂട്ടായി തമ്പി ഉണ്ടാകും. അമ്മ ചിരിച്ചോണ്ട് പറഞ്ഞു. അതെ, ശുദ്ധമായി കുറച്ച് ശ്വസിക്കാലോ ഇനി. ഈ തീരുമാനം കുറച്ച് മുൻപേ എടുക്കേണ്ടതായിരുന്നു. ആ പെണ്ണ് വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ട് പൂമുഖത്തിണ്ണയിലിരുന്നു അദ്ദേഹം. അമ്മയും മകനും കുറേയേറെ സംസാരിച്ചു. വിഷയം സത്യാവതിയുടെ ബുദ്ധിമോശം തന്നെയായിരുന്നു. നന്ദനും ജോയ്ക്കുട്ടിയും ഓഫീസ് വർക്കിലായിരുന്നു. പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് രശ്മിക്കും മോൾക്കും എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്നും പോയതാണ് ശ്രുതി. അതുകൊണ്ട് ഫയലെല്ലാം ചെക്ക് ചെയ്യാൻ നന്ദനെയാണ് ഏർപ്പാടാക്കിയിരുന്നത്. രാത്രി വൈകിയാണ് അവർ ഓഫീസിൽ നിന്നും ഇറങ്ങിയത്. ശ്രുതി പർച്ചേസ് ചെയ്ത കൂട്ടത്തിൽ നന്ദനും പുതിയ ഡ്രസ്സ് എടുത്തിരുന്നു. എക്സിക്യൂട്ടീവ് ലെവലുള്ളത്. കൂട്ടുകാരന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവനൊരു കുറവും വരരുത് എന്ന് ആഗ്രഹിച്ച ശ്രുതി ഏറെ നാളെ കൂട്ടുകാരെ കാണാൻ പോകുന്ന സന്തോഷത്തിലായിരുന്നു രശ്മിയും. രാത്രി ഏറെ വൈകിയും ഭാമയും നന്ദനും സംസാരിച്ചിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക്. നാളെ പുതിയ പ്രോജക്റ്റ് സൈൻ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നും കുറെ കമ്പനികളുമായുള്ള മീറ്റിംഗ് വെച്ചതുകൊണ്ട് നാളെ ബിസി ആയിരിക്കുമെന്നും നന്ദൻ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഒരു ടെൻഷനും വേണ്ട, തനിക്ക് നന്നായി കളിക്കാൻ സാധിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അവളെ ധൈര്യപ്പെടുത്തിയ നന്ദൻ. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് രാത്രി വിളിക്കാൻ ഞാൻ, തനിക്ക് ബിഗ് സർപ്രൈസ് ഒരുക്കിക്കൊണ്ട്. നന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഭാമ വേദനയോടെ ഒന്നും മൂളി. നന്ദൻ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് അവൾ അധികം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. സംസാരം അവസാനിപ്പിച്ച് ഫോൺ വെച്ചു നന്ദൻ.
ഉറങ്ങാൻ അധിക സമയമൊന്നും ഇല്ലായിരുന്നു. ബാഗെല്ലാം ഒതുക്കി വെച്ചു നന്ദൻ. സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവന്. തന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭാമയുടെ മുഖത്തെ ഭാവങ്ങൾ വെറുതെ സങ്കല്പിച്ച് ചിരിച്ചു കൊണ്ടുപോവാൻ കൃത്യസമയത്തിന് എയർപോർട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങിയ എല്ലാവരും. നിച്ചു നന്ദനുമായി നല്ല കൂട്ടായിരുന്നു ഇതിനോടകം തന്നെ. പലവട്ടം ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അന്നത്തെ യാത്ര ഹൃദയമെടുപ്പ് കൂട്ടിയിരുന്നു നന്ദന്റെ. എയർപോർട്ടിൽ ഇറങ്ങി ഫുഡ് കഴിച്ചാണ് അവർ റൂമിലേക്ക് പോയത്. മുനീർ റൂം ഏർപ്പാടാക്കിയത് ഭാമ താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെയായിരുന്നു. ഭാമയുടെ തൊട്ടടുത്ത റൂം നന്ദന് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്നു. കുറച്ച് മാറിയുള്ള റൂമുകളായിരുന്നു കൂട്ടുകാർക്ക്. എല്ലാ സ്തുതി പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചത് പ്രകാരമാണ് മുനീർ ചെയ്തത്. പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാത്ത വിധം താടിയൊക്കെ സെറ്റ് ചെയ്തിരുന്നു നന്ദൻ. കൂളിംഗ് ഗ്ലാസും തൊപ്പിയും വെച്ച് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാത്തതുപോലെ തൊട്ടടുത്ത മുറിയിൽ ഭാമയുണ്ടെന്ന തിരിച്ചറിവിൽ നന്ദന്റെ ഉള്ളം തുടിച്ചു. അവളെ ഒരു നോക്ക് കാണാൻ. ഭാമയുടെ റൂമിന്റെ നേരെയുള്ള റൂമിലാണ് മറ്റു കുട്ടികൾ സ്റ്റേ ചെയ്യുന്നത്. VIP റൂമിലായതുകൊണ്ട് ആ ഏരിയയിലായിരുന്നില്ല രാജേശ്വരി മേഡത്തിന്റെ റൂം. അതൊരു ആശ്വാസമായി തോന്നി നന്ദനം. എല്ലാ വിവരങ്ങളും മുനീർ പറഞ്ഞ് കാണാപ്പാടമായിരുന്നു അവനും. അധിക സമയമില്ല പരിപാടിക്ക്. ഇവിടെ നിന്ന് തന്നെ ഒരുങ്ങിയാണ് അവർ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിരുന്നു മുനീർ. കുറച്ചു സമയം കാത്തിരുന്നപ്പോൾ ചിലങ്കയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദത്തിനേക്കാൾ ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി നന്ദന്റെ ഹൃദയം. അവർ ഇറങ്ങുന്ന സമയം നന്ദൻ വാതിൽ തുറന്നിട്ടിരുന്നു. ഭാമ പോകുന്നത് കാണാൻ വേഷം മാറി നടക്കുന്നവിടെ ചിലങ്കയുടെ നാദം അവിടെ മുഴങ്ങി കേട്ടു. വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് നന്ദൻ നോക്കി. ഒരുങ്ങിയിറങ്ങുന്ന ഭാമയെ ഒരു വലിയ ഷോൾ കൊണ്ട് ആകെ പുതച്ചുകൊണ്ടാണ് അവൾ പോകുന്നത്. ഒരു നോക്ക് കണ്ടു അവൻ. കൂട്ടത്തിൽ മറ്റുള്ളവരും പോകുന്നുണ്ട്. അവർ പോയതിന് പിന്നാലെ നന്ദനും വാതിൽ പൂട്ടി ഇറങ്ങി കൂട്ടുകാരുടെ റൂമിൽ പോയി. അവിടുന്ന് പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ മുനീർ വണ്ടി ഏർപ്പാടാക്കിയിരുന്നു. നിരത്തിരക്കുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ. ബാഡ്ജ് ധരിച്ചുകൊണ്ട് കൺവീനർമാർ ഓടി നടക്കുന്നുണ്ട്. കൃത്യമായി സീറ്റുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് എൻട്രൻസ് പാസ് മുനീർ നൽകിയിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനാണ് ഇടം കിട്ടിയത്. ഏതാണ്ട് മധ്യഭാഗത്തായി ഔപചാരികതയോടെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട്. ഗസ്റ്റായി വന്നവരെ സ്റ്റേജിലേക്ക് വിളിക്കുകയും മറ്റും പരിപാടി തുടങ്ങാൻ ഏറെ സമയമില്ല. അസ്വസ്ഥതയുടെ നന്ദൻ കാത്തിരുന്നത്. പക്ഷെ നന്ദനും കൂട്ടരും തിരിഞ്ഞ അരുൺ ഗോപാൽ വർമ്മയുടെ മുഖം മാത്രം അവിടെ കാണാനുണ്ടായിരുന്നില്ല. അത് ചെറിയൊരു ടെൻഷൻ ഉണ്ടാക്കി അവരിൽ. ആദ്യമായി മയൂര നൃത്ത കലാക്ഷേത്രത്തിലെ അംഗങ്ങളുടെ നൃത്ത പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് വേദിയിലേക്ക് വിളിച്ചത് രാജേശ്വരി മേഡത്തിനെയായിരുന്നു. നൃത്തവേഷത്തിലായിരുന്നു അവർ. പ്രായമായാലും അതിൻ്റെതായ ലാഞ്ചന പോലും ഇല്ലാതെ സുന്ദരിയായി ഒരുങ്ങിയിരുന്നു അവർ. ചെറിയൊരു ഇൻട്രൊഡക്ഷനോടെയാണ് ഭാമയെ സ്റ്റേജിലേക്ക് വിളിച്ചത് അവർ. നിറഞ്ഞ കൈയോടെയാണ് കാണികൾ ഭാമയുടെ വരവ് കാത്തിരുന്നത്. കൂപ്പ് കൈയുമായി ഭാമ സ്റ്റേജിലേക്ക് കയറി വരുന്നത് നിറകണ്ണുകൾ നോക്കിയിരുന്നു നന്ദൻ. സുധിയും രശ്മിയും ജോയ്ക്കുട്ടിയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. പീക്കോക്ക് ബ്ലൂ നിറത്തിലുള്ള വേഷമായിരുന്നു ഭാമയുടെ. അപ്സര സുന്ദരി ഒരുങ്ങി നിൽക്കുന്ന ഭാമ മാത്രമായിരുന്നു നന്ദന്റെ കണ്ണുകളിൽ. രാജേശ്വരി മേഡം തനിക്ക് നൽകിയ അവസരത്തിൽ നന്ദി പറഞ്ഞിട്ട് അവസാനിപ്പിച്ച ഭാമ. അടുത്ത അനൗൺസ്മെന്റ് വന്നപ്പോൾ നന്ദന്റെ നെഞ്ചിരിപ്പ് കൂടി. നെക്സ്റ്റ് ലോക പ്രശസ്ത നർത്തകയെ രാജേശ്വരി മേഡവും ഭാമപ്രിയ മേഡവും അവതരിപ്പിക്കുന്ന നൃത്തവിരുന്ന്. അനൗൺസ്മെന്റ് പിന്നെയും കൊഴിപ്പിച്ചുകൊണ്ടിരുന്ന സദസ്സിനെ. ഉയരുന്ന ഹർഷാരവങ്ങൾക്കിടയിൽ ചുവടുകൾ വെച്ച് രാജേശ്വരി മേഡവും ഭാമപ്രിയയും. പാട്ടിന്റെ വരികൾക്കൊപ്പം ഭാമയുടെ അസാമാന്യമായ ചുവടുപ്പ് കണ്ണുവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണികൾ. ആദ്യമായാണ് ഒരു നർത്തകി ഇത്രമേൽ ലയിച്ചുണ്ടാകുന്നത്. അവിടെ ഇരിക്കുന്നവരെല്ലാരും കാണുന്നത് ആകാംക്ഷയും അത്ഭുതവും വിടുന്ന കണ്ണുകളോടെ കണ്ടിരുന്നു പോയി. അവിടെ ചലനങ്ങൾ രാജേശ്വരി മേഡത്തിനേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു ഭാമയുടെ ചലനങ്ങൾ. നൃത്തം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിറഞ്ഞ കയ്യടിയായിരുന്നു ഓഡിറ്റോറിയത്തിൽ. കൈയടിക്കുന്നതിനൊപ്പം നന്ദന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. അടുത്തത് രുക്കുവിന്റെയും കൂട്ടരുടെയും പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഭാമയുടെ സോളോ ആയിരുന്നു. കാണികൾ എഴുന്നേറ്റ് കൈയടിച്ചപ്പോൾ നിറകണ്ണുകളോടെ സദസ്സിന് മുന്നിൽ കൈകുപ്പി നിന്നു ഭാമ. പിന്നീട് രാജേശ്വരി മേഡത്തിന്റെ നൃത്തമായിരുന്നു. പക്ഷേ നിറഞ്ഞ കൈയുടെ നേടാൻ കഴിഞ്ഞില്ല അവർക്ക്. ഒന്ന് കഴിഞ്ഞ് അടുത്തത് ചെയ്യുമ്പോഴേക്കും പ്രായത്തിന്റെ അവശതകൾ കൊണ്ടാണോ എന്തോ പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു അവർക്ക്. അതുവരെ അനുഭവിക്കാത്ത തരത്തിലുള്ള തളർച്ചയും ക്ഷീണവും. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചുപോയി അവർ. ഭാമയുടെ ചുറ്റും ആരാധകരായിരുന്നു. അവളുടെ കൊടന്ന് ഫോട്ടോഗ്രാഫി എടുക്കുന്നതിനായി. എല്ലാം മാറുന്ന നോക്കിക്കണ്ടോ നന്ദനും കൂട്ടരും. കിച്ചാ, അവൻ ഇവിടെ നിന്നും കാണുന്നില്ല. നമ്മൾ ഊഹിച്ചതുപോലെ ഇവിടെ നിന്നും മാറുന്ന എന്തെങ്കിലും പണി ഒപ്പിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഭാമയ്ക്ക് പൂച്ചെണ്ടുകൾ സമ്മാനിക്കാൻ ആദ്യം വരേണ്ടത് അവനായിരുന്നു. നമുക്ക് റൂമിലേക്ക് പോകുന്നതാണ് നല്ലത്. അവിടെയായിരിക്കും അവൻ ഭാമയെ കാത്തിരിക്കുന്നത്. സുധി പറഞ്ഞപ്പോഴാണ് അപകടം മണത്തത്. നന്ദൻ ശരിയായിരിക്കും. ഇതുവരെ അവന്റെ ഉദ്ദേശമൊന്നും നടന്നിട്ടില്ല. ഭാമയെ തനിച്ച് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അവൻ. അവിടെ പോയിട്ട് നമുക്ക് ഭാമയ്ക്ക് സർപ്രൈസ് കൊടുക്കാം, ജോയ്ക്കുട്ടി പറഞ്ഞു.
ഓഡിറ്റോറിയത്തിൽ നിന്നും ഇറങ്ങി ഹോട്ടൽ റൂമിലേക്ക് പോയി. കുറെ കൂടി കഴിഞ്ഞ ശേഷമാണ് ഭാമയും രാജശ്രീമേടും ഒന്നിച്ചാണ് റൂമിലേക്ക് പുറപ്പെടുന്നത്. രുക്കും കൂട്ടരും ഒന്നിച്ച് മറ്റൊരു വണ്ടിയിലാണ് വരുന്നത്. ഭാമ വരുന്നത് കാണാൻ വേണ്ടി ജോയ്ക്കുട്ടി വരാന്തയിൽ ഫോൺ വിളിക്കുന്നത് പോലെ നിൽക്കുന്നുണ്ട്. ഭാമ റൂമിൽ കയറി വാതിലടച്ചതും മറുവശത്തെ ലിഫ്റ്റ് ഇറങ്ങി പൂച്ചെണ്ടുമായി ഇറങ്ങി വരുന്നവനെ കണ്ട് ആശ്ചര്യപ്പെട്ടു പോയി ജോയ്ക്കുട്ടി. അരുൺ ഗോപാലവർമ്മ കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും വെച്ച് സിനിമ സ്റ്റൈൽ ഭാമയുടെ ഡോർബെൽ അടിച്ച് കാത്തു നിന്നു അവൻ. ഞൊടി നേരങ്ങളിൽ ജോയ്ക്കുട്ടിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് പോയി നന്ദനും സ്തുതിക്കും. ആഭരണങ്ങൾ ഒരു ടേബിളിൽ വെക്കുമ്പോഴാണ് ഡോർബെൽ കേൾക്കുന്നത്. അവൾ ആയിരിക്കും രുക്കുമായിരിക്കും എന്ന് കരുതിയാണ് ഡോർ തുറന്നത്. അവൾ മുന്നിൽ നിൽക്കുന്നവനെ കണ്ടപ്പോൾ തെല്ലൊന്ന് പകച്ചുപോയി ഭാമ. സോറി പ്രിയ, ഇമ്പോർട്ടന്റ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അമേരിക്കൻ കമ്പനിയുമായി വരാൻ കുറച്ച് ലേറ്റായി. പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഇവിടെ ഉണ്ടാവണമെന്ന് കരുതിയതാണ്. മീറ്റിങ്ങിന് പോയത് അല്പം വൈകിപ്പോയി. എന്തായാലും തന്റെ പ്രോഗ്രാം ഗംഭീരമായിരുന്നു എല്ലാവരും പറഞ്ഞു. കാണാൻ പറ്റില്ലല്ലോ എന്ന സങ്കടമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറി അവൾക്ക് നേരെ പൂച്ചെണ്ട് നീട്ടിപ്പിടിച്ചു. സന്തോഷത്തോടെ അല്ലെങ്കിലും ഒരാൾ നീട്ടി പൂച്ചെണ്ട് സ്വീകരിക്കാതിരിക്കുന്നത് മോശമല്ലേ എന്ന് കരുതിക്കൊണ്ട് ഭാമ അത് വാങ്ങി. കൊള്ളാം, നന്നായിരിക്കുന്നു. നായ നടുക്കൾ ചെന്നാലും നക്കിയെ കുടിക്കെന്ന് പറയുന്നത് വെറുതെയില്ല. നിന്റെ ഈ വക പരിപാടി ഇപ്പോഴും ഉണ്ട് കയ്യിലല്ലേ? തൊട്ടപ്പുറത്തുനിന്ന് കേൾക്കുന്ന ആ ശബ്ദത്തിന്റെ ഉടമ നന്ദനാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമുണ്ടായില്ല ഭാമയ്ക്ക്. നന്ദേട്ടാ വിളിക്കുകയല്ല, അലറുകയായിരുന്നു ഭാമ. അരുണിന്റെ പുറകിൽ നിൽക്കുന്നവനെ കണ്ടപ്പോൾ ഭാമയുടെ കയ്യിൽ നിന്നും പൂച്ചെണ്ട് വാങ്ങി നിലത്തിട്ട് ചവിട്ടി അരച്ചു നന്ദൻ. ഇടത് കൈകൊണ്ട് ഭാമയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ കണ്ണുകളിൽ നിന്നും അഗ്നിയാണ് പുറത്തേക്ക് വരുന്നത് എന്ന് തോന്നിപ്പോയി അരുണിന്. വർഷങ്ങൾക്ക് മുൻപ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഒരിക്കൽ തല കുനിച്ച് നിലകിട്ടി വന്നത് ഓർമ്മയിലേക്ക് വന്നപ്പോൾ അരുണിന്റെ മുഖത്തെ രക്തമയം ഇരച്ചു കയറി. താൻ കിനാവ് കണ്ടത് നടക്കാതെ വന്നതിന് ദേഷ്യം മാത്രമല്ല, അപ്പൊ അവന്റെ മുഖത്ത് നിറഞ്ഞത് നന്ദനോടുള്ള അടങ്ങാത്ത പകയായിരുന്നു. ഒരിക്കൽ കൈവിട്ടു പോയത് തിരിച്ചു കിട്ടിയെന്ന് കരുതിയിരിക്കുമ്പോൾ വീണ്ടും ഇടയ്ക്ക് കയറി വന്ന് നിൽക്കുന്നവൻ. അരുൺ ദേഷ്യം കൊണ്ട് വിറച്ചു. നീ വേണ്ടെന്ന് വെച്ച് പോയതല്ലടാ, പിന്നെ എന്തിനാണ് കടിച്ചു തൂങ്ങി പിന്നാലെ നടക്കുന്നത്? പുലി ഒട്ടും തിന്നുകയില്ല, പശുവിനെ കൊണ്ട് ഒട്ടും തീറ്റിക്കുകയില്ല. എല്ലാം ഉപേക്ഷ സ്വസ്ഥമാകാനല്ലേ ഇങ്ങോട്ട് വന്നത്? എന്തിനാണ് അവളെ സ്വസ്ഥ നശിപ്പിക്കുന്നത്? നിനക്ക് മറ്റൊരുത്തെ കിട്ടിയില്ലേ? ഇനിയും ഇവളെ വഴിക്ക് വിട്ടുകൂടെ? ഞാനുണ്ടാകും പ്രിയയുടെ കൂടെ. നന്ദനുള്ള അമർഷം മുഴുവനും ഉണ്ടായിരുന്നു അവന്റെ വാക്കുകളിൽ. ഓ, അതായിരുന്നു നിന്റെ ലക്ഷ്യം, ഈ സ്പോൺസർ പരിപാടിക്ക് പിന്നിൽ അല്ലെ? നിനക്കന്ന് കിട്ടിയതൊന്നും പോരാ അല്ലെ? ചോദിച്ചു തീർന്നില്ല. നന്ദന്റെ വലത് കരം ഉയർന്ന് താഴും. നന്ദന്റെ ഇടനെഞ്ചിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് ഭയന്ന് നിൽക്കുകയായിരുന്നു ഭാമ. നാണമില്ലടാ നിനക്ക് ഇവിടെ പിന്നലെ നടക്കാൻ? ഒരു വലിയ സിനിമ നടൻ വന്നിരിക്കുന്നു. നീ എന്താ കരുത്? ഭാമയെ ഒറ്റയ്ക്ക് നിന്റെ അടുത്തേക്ക് ഞങ്ങൾ അയക്കുമെന്നോ? നിനക്ക് തെറ്റി മോനെ ഗോപാല. നീ കല്യാണം കഴിക്കാതെ തിരിഞ്ഞു നടക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് തോന്നിയിരുന്നു. നിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണങ്ങാത്ത മുറിവായി ഭാമയുണ്ടെന്ന്. അതാണ് ഭാമ പോലും അറിയാതെ ഞങ്ങൾ ഇവിടെ എത്തിയത്. സുധി പറഞ്ഞ റൂമിലേക്ക് കയറി വന്നപ്പോൾ ഞെട്ടിക്കൊണ്ടാണ് അരുൺ തിരിഞ്ഞു നോക്കിയത്. അല്ല, മോൻ ഇത്തിരി ക്ഷീണിച്ചു പോയാലോ? പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടായിരിക്കും അല്ലെ? പിന്നാലെ പറഞ്ഞുകൊണ്ട് ജോയ്ക്കുട്ടി മകത്തേക്ക് വന്നു. കോളേജിലെ ത്രിമൂർത്തികൾ തനിക്ക് ചുറ്റും വലയം നിൽക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയി അരുൺ. കാരണം അവർ 3 പേരെയും കൈക്കരുത്ത് പലപ്പോഴായി അറിഞ്ഞിട്ടുള്ളതാണ്. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അവർ മുന്നിലെത്തിയപ്പോൾ അരുൺ വിളറിപ്പോയി. തന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു. നന്ദൻ മറ്റൊരു വിവാഹം കഴിച്ച സ്ഥിതിക്ക് ഭാമ തന്നെ തിരിച്ചറിയും. തന്റെ പ്രണയത്തെ അംഗീകരിക്കും എന്ന് കരുതി എല്ലാം തുറന്നു പറയാനാണ് വന്നത്. എന്നിട്ടും അവൾ സമ്മതിച്ചില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് അവളെ കീഴ്പ്പെടുത്താൻ തന്നെയായിരുന്നു ഉദ്ദേശം. പക്ഷെ എല്ലാം തന്നെ നടക്കാത്ത സ്വപ്നമായി പൊളിഞ്ഞിരിക്കുന്നു. അതെ, നീ എന്ത് ഉദ്ദേശത്തോടെയാണ് വന്നതെങ്കിലും അത് നടന്നില്ല. മോൻ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചിട്ട് നിനക്ക് കരുതി വെച്ച പെണ്ണ് ഈ ഭൂമിയിൽ പിറവി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിനക്ക് കിട്ടിയിരിക്കും. അതല്ല, പണ്ടത്തെ കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് ഇനിയും ഇവൾക്ക് പിന്നാലെ വന്നാൽ മോനെ അരുണേ, നീ ശരിക്കറിയും കളി എന്തെന്ന്. ഇനി ഇവിടെ നീഴൽവട്ടത്ത് നിന്നെ കണ്ടാൽ വെച്ചേക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. നന്ദൻ മുരണ്ടുകൊണ്ട് അരുണിന്റെ കാതിൽ പറഞ്ഞു. അവന്റെ കടപ്പിൽ ഞെരിഞ്ഞമർന്നു. തൽക്കാലം അവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് തോന്നിയവന്. ഇല്ലെങ്കിൽ തന്റെ അഭിമാനം പോകും. സോറി, നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയതാണ്. മോശമായ ഉദ്ദേശത്തോടെയല്ല വന്നത്. ഭാമയാണ് പരിപാടി അവതരിപ്പിക്കാൻ വരുന്നതെന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് രാജേശ്വരി ആന്റിയെ മാത്രമേ പരിചയമുള്ളൂ. പിന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുത്തത് എന്റെ കെയർ ഓഫിലാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നിന്റെ കെയർ ഓഫ് വേണ്ട. ഇവിടെ ഏറ്റ പരിപാടി കഴിയുന്നതുവരെ നന്ദനുമുണ്ടാകും ഭാമയോടൊപ്പം താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. അതോർത്ത് നീ വിഷമിക്കണ്ട. മോൻ നിന്ന് വിയർക്കാതെ ഇല്ലം പറ്റാൻ നോക്ക്. സുധി കയറെണ്ണും കൂട്ടി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ നിൽക്കുകയാണ് ഭാമ. അപ്പോഴും തനിക്കൊരു സൂചന പോലും തരാതെ കൺമുന്നിൽ നിൽക്കുന്ന നന്ദനെ ഒന്നുകൂടെ മുറുക്ക പിടിച്ചു അവള്. ഭാമ, നിനക്കെടുക്കാനുള്ളതൊക്കെ തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് വെച്ചോളൂ. നന്ദന്റെ റൂമാണ്.
ഇവിടുത്തെ പരിപാടി കഴിയുന്നത് വരെ ഇവനെ പോലെയുള്ളവരുടെ ഔത്താനും പറ്റി കഴിയണ്ട. സുധി അരുണിനെ ഒന്ന് ഈർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു ഭാമയോട്. എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് കുറിഞ്ഞ ശിരസോടെ അരുൺ പുറത്തേക്കിറങ്ങി വേഗത്തിൽ നടന്ന് ലിഫ്റ്റിനടുത്തേക്ക് പോയി. മുറിവേറ്റ സിംഹത്തെ പോലെ. എടോ, എന്തെങ്കിലും നിൽക്കുന്നത്? താൻ പേടിച്ചു പോയോ? ഇതൊക്കെ എന്ത് നിസാരം. നന്ദന നെഞ്ചിൽ അള്ളി പിടിച്ചു നിൽക്കുന്ന ഭാമയെ നോക്കി ജോയ്ക്കുട്ടി പറഞ്ഞപ്പോൾ സുധി കുറച്ച് ഉറക്കെ ചിരിച്ചുപോയി. അതെ, ഞങ്ങൾ എന്ന് കണ്ടിട്ട് ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ലല്ലോ, വലിയ നർത്തകിയായി പോയി എന്നതിന്റെ അഹങ്കാരാണോ? സുധി കളിയാക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ നന്ദനെ വിട്ടു ഭാമ. എന്താ പറഞ്ഞത്? വലിയ നർത്തകിയോ? ഞാനോ? എല്ലാരെയും കണ്ട ഞെട്ടൽ മാറിയിട്ടില്ല എനിക്ക്. എന്നാലും ഞാൻ എത്ര ആഗ്രഹിച്ചു ഈ പരിപാടി കാണാൻ നന്ദട്ടനുണ്ടായിരുന്നെങ്കിലെന്ന്. ഒന്നും മിണ്ടാതെ വന്നു അല്ലേ എന്നെ പറ്റിക്കാൻ? നന്ദന നേർക്ക് തിരിഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിൽ ഇരു കൈകൾ കൊണ്ടും തല്ലി അവള്. ഒടുവിൽ ആ നെഞ്ചിലേക്ക് മുഖം ചേർത്തുനിന്ന് വിരുമ്പിക്കരഞ്ഞു. ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു അവൾക്ക്. അവളുടെ പ്രഹരം എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇരു കൈകൾ കൊണ്ടും അവളെ വാരിപ്പുടർന്ന നെഞ്ചോട് അടക്കി പിടിച്ച് മൂർധാവിൽ ചുംബിക്കുമ്പോൾ അവന്റെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. അതെ, രണ്ടുപേരും പരാതിയും പരിഭവവും എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർത്ത് റൂമിലേക്ക് വന്നേക്കണം. പണ്ടത്തെ പോലെ ഇണക്കുരുവികളായി. നിങ്ങളെ എന്നും അങ്ങനെ കാണാനാണ് ഞങ്ങൾക്കിഷ്ടം. സ്നേഹിച്ച് അങ്ങോട്ട് വന്നേക്കണം. ഞങ്ങൾ അവിടെ കാത്തിരിക്കും. വാടാ പോവാം. ജോയ് കെട്ടി പിടിച്ചു വലിച്ചിട റൂമിൽ നിന്നും വെളിയിറങ്ങി സുധി. രുക്കു നേരെ വന്ന് പെട്ടത് അവരുടെ മുന്നിലാണ്. ആരാ നിങ്ങളൊക്കെ? ചേച്ചി, എന്റെ ചേച്ചി അവിടെ? വെപ്രാണ്ടർ ചോദിക്കുന്നവളെ നോക്കി ചിരിച്ചോണ്ട് സുധി പറഞ്ഞു. അതെ, ചേച്ചിക്ക് ചെറിയൊരു ബോഡി പെയിൻ, അത് മാറ്റി കൊടുക്കാൻ ചേച്ചിയുടെ ഭർത്താവ് വന്നിട്ടുണ്ട്. കുട്ടി തൽക്കാലം റൂമിലേക്ക് പോയിക്കോ. സുധി പറഞ്ഞു കേട്ടപ്പോൾ അവളുടെ വലിയ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ആര്? നന്ദേട്ടനകത്തുണ്ടോ? വിശ്വാസം വരാത്ത പോലെ വീണ്ടും ചോദിച്ചോള്. അല്ല, ഈ കുട്ടിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ? പൊന്നുവച്ചേ, മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇനി നിനക്ക് അവർ പുറത്തു വരുമ്പോ കാണാം. തൽക്കാലം ചില ശല്യപ്പെടുത്താതെ. ജയക്കുട്ടി ശബ്ദം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ രുക്കു വേഗം റൂമിലേക്ക് പോയി. ഈ സമയം ഭാമയുടെ മുഖത്തെ ചമയങ്ങൾ പരക്കുകയായിരുന്നു നന്ദന്റെ മുഖത്തേക്കും. അവളെ ഉടയാടകൾ അഴിഞ്ഞു വീണു. നന്ദൻ ആവേശത്തോടെ അവളിലേക്ക് പടർന്നു കയറി. അവളുടെ വിരലുകൾ അവന്റെ പുറത്ത് ഓടി നടന്നു. അവളുടെ മുഖത്തും കഴുത്തിലും അലഞ്ഞു നടന്നു. അവന്റെ അതിരം അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും ചുംബിച്ചുണർത്തിക്കൊണ്ട് നന്ദൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. നാളുകൾക്ക് ശേഷമുള്ള ഒരു കൂടിച്ചേരലിന്റെ ലഹരിയിൽ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയി അവളുടെയും.